Good morning, my dear students. Today we will start our new module. Module name is application layer. The application layer in the OSI model is the closest layer to the end user, which means that the application layer and end user can interact directly with the software application. ഇപ്പോൾ നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെയറിൽ എന്ന് പറയുന്നത് OSI മോഡലിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ലെയറാണ് അല്ലേ, ഏറ്റവും എന്താണ് യൂസറുമായിട്ട് ഇൻട്രാക്ഷൻ കൂടുതലുള്ള ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ള ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ത്രൂ ദിസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ദി ആപ്ലിക്കേഷൻ ലെയർ പ്രോഗ്രാംസ് ആർ ബേസ്ഡ് ഓൺ ക്ലയൻറ്റ് ആൻഡ് സെർവർ. അതുകൊണ്ട് ഈ യൂസറുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ഇവിടെ വരുന്നതുകൊണ്ട്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴി കൂടുതൽ ഇൻട്രാക്ഷൻ വരുന്നത് കൊണ്ട് ഇതൊരു ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം ബേസ്ഡ് ഉള്ള പ്രോഗ്രാമാണെന്ന് വേണേൽ പറയാം ഈ ആപ്ലിക്കേഷൻ ലെയറിൽ നടക്കുന്നത്. അപ്പം അതിൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്താണെന്നാണ് നോക്കുന്നത്. വി ഓൾറെഡി ലേൺ അബൌട്ട് ദി ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ് അല്ലേ. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ് എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് സെർവറിൽ നിന്നും റെസ്പോൺസ് കിട്ടുന്നു. സോ ഡൊമൈൻ നെയിം സിസ്റ്റം ഈസ് ഓൾസോ വൺ ഓഫ് ദി സപ്പോർട്ടിംഗ് പ്രോഗ്രാം ഓഫ് ദി ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൻ്റെ ഒരു സപ്പോർട്ടിംഗ് പ്രോഗ്രാമാണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. It is used to handle the addressing and naming of the internet. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ DNS യൂസ് ചെയ്യുന്നത് അഡ്രസ്സിങ് ആൻഡ് നെയിമിംഗ് ഓഫ് ദി ഇൻ്റർനെറ്റ് വേണ്ടിയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ദി യൂസർ ഓഫ് ആൻ ഇമെയിൽ പ്രോഗ്രാം മേ നോ ദി ഇമെയിൽ അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻറ്റ്. ഹൗവർ ദി IP protocol needs the IP address. The domain's client program send a request to the domain name server to map the email address to corresponding IP address. അപ്പോൾ യൂസറിന് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഇമെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സ് അറിയാം. പക്ഷേ ഈ TCP IP പ്രോട്ടോക്കോൾസിന് എന്താണ് അവിടെ ആവശ്യം? നമുക്ക് റെസിപ്പിയൻ്റെ അഡ്രസ്സ് അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെയിൽ പർട്ടിക്കുലർ റെസിപ്പിയൻ്റെ IP അഡ്രസ്സിൽ, പർട്ടിക്കുലർ റെസിപ്പിയൻ്റെ അഡ്രസ്സിൽ അവിടെ എത്തിച്ചേരണം. അതിനാണ് IP അഡ്രസ്സ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് നീഡിട്ടാണ്. അപ്പോൾ ഈ DNS ക്ലയൻറ്റ് പ്രോഗ്രാം സെൻഡ് റിക്വസ്റ്റ് ചെയ്ത്, അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ DNS ക്ലയൻറ്റ് പ്രോഗ്രാം ഈ ഡൊമൈൻ നെയിം സെർവർക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്തിന്? ടു മാപ്പ് ദി ഇമെയിൽ അഡ്രസ് ടു കറസ്പോണ്ടിങ് IP അഡ്രസ്സ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് റെസിപ്പിയൻ്റെ ഇമെയിൽ അഡ്രസ്സ് അതിൻ്റെ പർട്ടിക്കുലർ IP അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഈ ഡൊമൈൻ നെയിം സെർവർ സെൻഡ് ചെയ്യുന്നു. സെർവറിലേക്ക് ഈ DNS ക്ലയൻറ്റ് പ്രോഗ്രാം സെൻഡ് ചെയ്യുന്നു. It is also important to understand that every remote device will have an alias name. To identify an entity, TCP/IP protocol will leave the IP address which uniquely identify the connection of a host to the internet. അപ്പോൾ ഇതെന്തിനാണ് ഇമ്പോർട്ടൻറ്റ്? നമുക്കറിയാം ഏതൊരു ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്രസ്സിന് ഒരു അലൈസസ് അതിനുമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ സെൻഡ് ചെയ്യുന്ന, അപ്പോൾ ഈ റെസിപ്പിയൻ്റെ പർട്ടിക്കുലർ IP അഡ്രസ്സിലേക്ക് വേണം നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന മെയിൽ എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണ് ഡിവൈസുകളെ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് IP അഡ്രസ്സ്. അപ്പോൾ ഈ DNS ക്ലയൻറ്റ് പ്രോഗ്രാം ഈ ഡൊമൈൻ നെയിം സെർവർക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ടു മാപ്പ് ദി പർട്ടിക്കുലർ ഇമെയിൽ അഡ്രസ് ടു ദി കറസ്പോണ്ടിങ് IP address. However, people prefer to use names instead of numeric address. Therefore, we need a system that can map a name to the address of an address to a name. So, this entity is called domain name system. അപ്പോൾ ഈ മാപ്പിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സ് കറസ്പോണ്ടിങ് IP അഡ്രസ്സുമായി മാപ്പിംഗ് നടത്തുന്ന ഒരു ജോബാണ് ഈ DNS. ആ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. DNS ക്ലയൻറ്റ് പ്രോഗ്രാം DNS ഡൊമൈൻ നെയിം സെർവറിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. ത്രൂ ദിസ് ആരാണ് കൊടുക്കുന്നത്? ഈ DNS ക്ലയൻറ്റ് സെർവർ. ദിസ് സർവീസ് വിൽ നോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ് ബൈ ദി എൻഡ് യൂസർ. ഇതൊരു യൂസറിന് ഡയറക്ട്ലി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദർ ഈസ് ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഫോർ ക്യാരിയിങ് ഔട്ട് ദിസ് മാപ്പിംഗ് വർക്ക്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് എന്തിന്? ഈ മാപ്പിംഗ് നടത്തണം ഇമെയിൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സുമായിട്ട്. അത് എൻഡ് യൂസർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് ചെയ്യുന്ന ആളാരാണ്? ഈ ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. Then working of domain name system. Domain name system is a client server network communication protocol. നമ്മൾ പഠിച്ചു ഇതൊരു client server network communication protocol ആണ്. DNS client send request to the server while DNS server send response to the client. അപ്പോൾ ഈ DNS client ഈ domain name സിസ്റ്റത്തിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. Then domain name സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഈ DNS സെർവർ അവിടെ നിന്നും തിരിച്ചൊരു റെസ്പോൺസ് ക്ലയൻറ്റിലേക്കും എത്തിക്കുന്നു. ക്ലയൻറ്റ് റിക്വസ്റ്റ് കണ്ടെയ്ൻ നെയിം വിച്ച് ഈസ് കൺവേർട്ട് ടു ആൻ IP
IP address known as forward DNS lookup while requesting contain an IP address which is converted to a name known as reverse DNS lookup. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ലുക്കപ്പാണ് ഇവിടെ ഉള്ളത്. ഫോർവേഡ് DNS ലുക്കപ്പും റിവേഴ്സ് DNS ലുക്കപ്പ്. ഫോർവേഡ് DNS ലുക്കപ്പ് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് കണ്ടെയ്ൻ നെയിം വിച്ച് ഈസ് കൺവേർട്ടഡ് ടു IP അഡ്രസ്സ്. അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അല്ലേ, ഒരു നെയിം അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കിട്ടണം. അതിന് പറയുന്ന പേരാണ് ഫോർവേഡ് DNS ലുക്കപ്പ്. ഇത് ആർക്ക് സെൻഡ് ചെയ്യുന്നു? നമ്മുടെ DNS ക്ലയൻറ്റ് ഡൊമൈൻ നെയിം സെർവർക്ക് ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റിന് പറയുന്ന പേരാണ് ഫോർവേഡ് DNS ലുക്കപ്പ് എന്ന്. തിരിച്ച് അവിടെ നിന്നും ആ മാപ്പിംഗ് കൺവേർഷൻ തിരിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് ആ കറസ്പോണ്ടിങ് IP അഡ്രസ്സിന് ആ നെയിമുമായിട്ട് മാപ്പിംഗ് ചെയ്യത്തില്ലേ, അതിന് തിരിച്ചു വരുന്ന റെസ്പോൺസിന് പറയുന്ന പേരാണ് റിവേഴ്സ് DNS ലുക്കപ്സ് എന്ന് പറയുന്നു. DNS implements a distributed database to serve the name of all the hosts available on the internet. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നു ടു സ്റ്റോർ ഓൾ ദി ഇൻഫർമേഷൻസ് അബൌട്ട് ദി നെയിം ഓഫ് ഓൾ ദി ഹോസ്റ്റ്. എല്ലാ ഹോസ്റ്റുകളുടെയും പർട്ടിക്കുലർ IP അഡ്രസ്സ്, മാക് അഡ്രസ്സ് തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം കീപ്പ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നു. അതിൽ നിന്നാണ് ഈ DNS പർട്ടിക്കുലർ മാപ്പിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇഫ് എ ക്ലയൻറ്റ് ലൈക്ക് എ വെബ് ബ്രൗസർ സെൻഡ് എ റിക്വസ്റ്റ് കണ്ടെയ്നിങ് ഹോസ്റ്റ് name, then the piece of software such as DNS resolver send a request to the DNS server to obtain IP address of a host name. If DNS server does not contain the IP address associated with a host name, then it forward the request to another DNS server. If IP address has arrived at the resolver, which in turn complete the request over the internet protocol. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ വെബ് ബ്രൗസർ ഇമെയിൽ അഡ്രസ്സ് വെച്ച് റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് വെച്ച് സെൻഡ് ചെയ്യണം. അപ്പോൾ വെബ് ബ്രൗസർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻഡ് എ റിക്വസ്റ്റ് contain the host name, then the piece of software such as DNS resolver send a request to the DNS server. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് നമ്മുടെ സെർവറിൽ എത്തിച്ചേരുന്നു. ദെൻ ആ ഒരു പർട്ടിക്കുലർ ഹോസ്റ്റ് നെയിമിന് ഈക്വൽ ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് കിട്ടിയില്ല എങ്കിൽ എന്താ ചെയ്യുക? ദെൻ ഇറ്റ് ഫോർവേഡ് റിക്വസ്റ്റ് ടു അനദർ DNS സെർവർ, മറ്റൊരു DNS സെർവറിലേക്ക് ഇത് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ DNS സെർവറിൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിലാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു DNS സെർവറിലെത്തി അവിടെ ആ ഒരു ഇൻഫർമേഷൻസ് ഇല്ല എങ്കിൽ അവരവിടെ നിന്നും ആ ഒരു റിക്വസ്റ്റ് മറ്റൊരു DNS സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? തിരിച്ച് പർട്ടിക്കുലർ മാപ്പിംഗ് IP അഡ്രസ്സിനും ഹോസ്റ്റ് നെയിമും IP അഡ്രസ്സും തമ്മിലുള്ള മാപ്പിംഗ് പ്രോസസ്സ് നടത്തി അതിൽ നിന്നും ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് DNSൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് നെയിം സ്പേസ് ഇൻ DNS. ദി aliases name that are assigned to each remote host in the network should be selected carefully from the namespace. In other words, each name has to be unique so that it can be bound with each unique IP address. A namespace that maps each address to unique name can be organized into two way. അപ്പോൾ ഒരു ഇവിടെയും യുണീക്ക്നെസ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റ് നെയിമിനായിട്ട് കറസ്പോണ്ടിങ് എന്താണ് IP അഡ്രസ്സ്, ഒരൊറ്റ ഓരോ ഡിവൈസിന് യൂണീക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ IP അഡ്രസ്സ് എന്താണ് യുണീക്കാണ്, അതുപോലെ തന്നെ വേണം എന്തും ഓരോ ഹോസ്റ്റിൻ്റെ നെയിംസും യുണീക്ക് ആയിരിക്കണം. അതായത് എ നെയിം സ്പേസ് ദാറ്റ് മാപ്സ് ഈച്ച് അഡ്രസ് ടു എ യുണീക്ക് നെയിം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു ടു വേ. രണ്ട് ടൈപ്സ് ഉണ്ട്, ഫ്ലാറ്റ് ആൻഡ് ഹയറാർക്കിക്കൽ. ഫ്ലാറ്റ് നെയിം സ്പേസ് എന്ന് വെച്ചാൽ ഇൻ ദിസ് നെയിം ഈസ് അസൈൻ ടു എവറി അഡ്രസ്, ദർ ഈസ് നോ സ്ട്രക്ചർ ബട്ട് ഒൺലി എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ പ്രസൻറ്റ് ഇൻ ഇറ്റ്സ്. ഇതിൻ്റെ അകത്ത് ഒരു സ്ട്രക്ചറൊന്നും ഫോളോ ചെയ്യുന്നില്ല ഫ്ലാറ്റ് നെയിം സ്പേസിൽ, പക്ഷേ എന്തായിരിക്കണം, ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഫ്ലാറ്റ് നെയിം സ്പേസ് ഈസ് ദാറ്റ് ഇറ്റ് cannot be used in large system like on the internet because it must be centrally controlled in order to avoid any ambiguity and duplications. അപ്പോൾ ഇതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് ഇത് ലാർജ് സിസ്റ്റത്തിലുള്ള നെയിം സ്പേസ്, ഈ ഒരു ഫ്ലാറ്റ് നെയിം സ്പേസ് യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് മേ ബി ആംബിഗിറ്റിയും ഡ്യൂപ്ലിക്കേഷനും ഒക്കെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇതൊരു ലാർജ് സിസ്റ്റത്തിലൊന്നും ഈ ഫ്ലാറ്റ് നെയിം സ്പേസ് യൂസ് ചെയ്യാറില്ല. ഇനി അടുത്തതാണ് ഹയറാർക്കിക്കൽ നെയിം സ്പേസ് അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നെയിം സെർവേഴ്സ് എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൂട്ട് നെയിം സെർവറും ടോപ്പ് ലെവൽ സെർവറും അതോറിറ്റേറ്റീവ് നെയിം സെർവറും. റൂട്ട് നെയിം സെർവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൺടാക്റ്റഡ് ബൈ നെയിം സെർവർ ദറ്റ് കനോട്ട് resolved the name. It contact authoritative name server. It name mapping is not known. It then get the mapping and return the IP address to the host. അപ്പോൾ ഈ റൂട്ട് നമുക്കറിയാം, ഒരു ട്രീനെ ബേസ് നോക്കുകയാണെങ്കിൽ റൂട്ട് ഉണ്ടാകും അല്ലേ.
അപ്പോൾ ആ റൂട്ട് നെയിം സ്പേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൺടാക്റ്റഡ് ബൈ നെയിം സെർവേഴ്സ് ദാറ്റ് കനോട്ട് റിസോൾവ് ദി നെയിം. ഇറ്റ് കോൺടാക്ട് അതോറിറ്റേറ്റീവ് നെയിം സേവർ ഇഫ് ദി നെയിം മാപ്പിംഗ് ഈസ് നോട്ട് നോൺ. ഇപ്പോൾ സപ്പോസ് നമ്മൾ വെബ് ബ്രൗസർ വഴി സെർച്ച് ചെയ്യുന്ന ഒരു മാപ്പിംഗ് നടക്കാൻ പോവുകയാണ്. പർട്ടിക്കുലർ നമ്മൾ സെർച്ച് ചെയ്ത സൈറ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്ത് അവിടെ നിന്ന് IP അഡ്രസ്സ് മാപ്പിംഗ് ചെയ്ത് തിരിച്ച് റെസ്പോൺസ് വരുന്നു. അപ്പോൾ ആ ഒരു സെർവറിലില്ലെങ്കിൽ അടുത്ത DNS സെർവറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ റൂട്ട് നെയിം സെർവർ എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഈ നെയിം സെർവറുമായിട്ടൊരു കോൺടാക്റ്റ് ഇല്ല, പക്ഷേ ഇറ്റ് ഓൾവേസ് കോൺടാക്ട് വിത്ത് ദി അതോറിറ്റേറ്റീവ് നെയിം സെർവറുമായിട്ടായിരിക്കും ഇത് കോൺടാക്റ്റ് ചെയ്യുന്നത്. എന്തിന്? മാപ്പിംഗ് നടക്കുന്നില്ല, ഒരു DNS സെർവറിൽ ചെന്ന് മാപ്പിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല, അടുത്ത DNSലേക്ക് അത് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഈ റൂട്ട് നെയിം സെർവർ ഡയറക്റ്റ് കോൺടാക്ട് ടു ദി അതോറിറ്റേറ്റീവ് നെയിം സ്പീബർ. ദെൻ ഇറ്റ് ഗെറ്റ് ദി മാപ്പിംഗ് ആൻഡ് റിട്ടേൺ ദി IP അഡ്രസ് ടു ദി ഹോസ്റ്റ്. ടോപ്പ് ലെവൽ സെർവേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ com, org, edu, etc. and all top level country domains like UK, France, CA, in etc. അതായത് നമുക്കറിയാം ഈ ഡൊമൈൻ നെയിംസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് .org, .gov, .in, .com എന്നൊക്കെ അല്ലേ. അപ്പം ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ com, org, EDU എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എക്സെട്ര ആൻഡ് ഇതൊക്കെ ഡൊമൈൻ നെയിമാണ്. ആൻഡ് ഓൾ ടോപ്പ് ലെവൽ കൺട്രി ഡൊമൈൻസ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യലായിട്ടുള്ള ഡൊമൈൻ നെയിംസിനും അതുപോലെ തന്നെ കൺട്രി ഡൊമൈൻ നെയിംസിനും ഒക്കെ യുണൈറ്റഡ് കിങ്ഡം, UK, ഫ്രാൻസ്, FR, കാനഡ, CA, ഇന്ത്യ തുടങ്ങിയ കൺട്രി ഡൊമൈൻസിനും ഈ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ ടോപ്പ് ലെവൽ സെർവേഴ്സിന് ആയിരിക്കും. ദേ ഹാവ് ഇൻഫോ അബൌട്ട് അതോറിറ്റേറ്റീവ് ഡൊമൈൻ servers and know names and IP address of each authoritative name server for the second level domains. അപ്പം they have info about the authoritative. അപ്പോൾ ഇവർക്കും ഡയറക്റ്റ് ആരായിട്ടുമായിരിക്കും കോൺടാക്റ്റ്? അതോറിറ്റേറ്റീവ് നെയിം സേവറുമായിട്ടായിരിക്കും കോൺടാക്റ്റ് ഫോർ ദി മാപ്പിങ്ങിന് വേണ്ടി അല്ലേ. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ മാനേജ് ചെയ്തത് കൊമേഴ്ഷ്യൽ ആൻഡ് കൺട്രി ടൈപ്സ് നെയിംസുകളെയൊക്കെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അതോറിറ്റേറ്റീവ് നെയിം സെർവർ. ദിസ് ഈസ് ഓർഗനൈസേഷൻസ് DNS സെർവർ പ്രൊവൈഡിംഗ് അതോറിറ്റേറ്റീവ് ഹോസ്റ്റ് നെയിം ടു IP മാപ്പിംഗ് ഫോർ ഓർഗനൈസേഷൻ സെർവേഴ്സ്. അപ്പോൾ ഇവിടെയാണ് ഈ മാപ്പിംഗ് പ്രോസസ്സ് എവിടെ നിന്ന്? അതോറിറ്റേറ്റീവ് ഹോസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് IP മാപ്പിംഗ് നടത്തുന്നത്, ഓർഗനൈസേഷൻ സെർവേഴ്സിന് വേണ്ടി മാപ്പിംഗ് നടത്തുന്നത് ഈ അതോറിറ്റേറ്റീവ് നെയിം സെർവറാണ്. ഇറ്റ് ക്യാൻ ബി മെയിൻറ്റൈൻഡ് ബൈ ഓർഗനൈസേഷൻ ഓർ സർവീസ് പ്രൊവൈഡർ. ഇൻ ഓർഡർ ടു റീച്ച് csc.dtu.in we have to ask the root DNS server, then it will point out to the top level domain server and then to authoritative domain server which actually contain the IP address. So the authoritative domain server will return the associative IP address. അതായത് ഫസ്റ്റ് റീച്ച് നമ്മൾക്കൊരു സൈറ്റ് സെർച്ച് ചെയ്യുകയാണ്, എവിടെ? റൂട്ട് സെർവർ സെർച്ച് ചെയ്യാണ്. ടു ആസ്ക് ദി റൂട്ട് സെർവറിനോട് സെർച്ച് ചെയ്യണം. നമ്മളിപ്പം വെബ് ബ്രൗസറിൽ കയറി csc.dtu.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ നിന്നും ആ പർട്ടിക്കുലർ സൈറ്റ് അഡ്രസ്സ് എങ്ങോട്ടേക്ക് പോകും? റൂട്ട് DNS സെർവറിൽ പോയി ഈ IP അഡ്രസ്സിന് ഈ ഹോസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കും. ദെൻ ഇറ്റ് വിൽ പോയിന്റ് ഔട്ട് ടു ടോപ്പ്. അവിടെ നിന്നും ഈ റൂട്ട് നെയിം സെർവർ അത് എങ്ങോട്ടേക്ക് മാറ്റും? അതോറിറ്റേറ്റീവ് ഡൊമൈൻ. അതായത് അവിടെ നിന്നും പോയിന്റ് ഔട്ട് ടു ദി ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവർ ആൻഡ് ദെൻ ടു അതോറിറ്റി. അപ്പോൾ ആദ്യമേ റൂട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെബ് ബ്രൗസറിൽ കയറി നമ്മൾ www.mguniversity.com എന്ന് കൊടുത്തു. അവിടെ നിന്നും ആ ഒരു ഡൊമൈൻ നെയിം എങ്ങോട്ടേക്ക് പോകും? ടോപ്പ് ലെവൽ സെർവറിലെത്തും. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് MG University എന്ന് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടും mgu.edu.in എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ. അപ്പോൾ അതേത് ഡൊമൈൻസിൽ വരുന്നതാണ്? എഡ്യൂക്കേഷനാണ്. ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷനാണ് അല്ലേ. അപ്പം അവിടെ നിന്നും അപ്പോൾ റൂട്ട് നെയിം സെർവറിൽ നിന്നും അത് ടോപ്പ് ലെവൽ സെർവറിലേക്ക് എത്തും. ടോപ്പ് ലെവൽ സെർവറിൽ നിന്നും അതോറിറ്റേറ്റീവ് നെയിം സെർവറിൽ ചെന്ന് അവിടെയാണ് പർട്ടിക്കുലർ ഹോസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കിട്ടുന്നത്. ദെൻ അവിടെ നിന്നും മാപ്പിംഗ് നടത്തി തിരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നടക്കുക. റൂട്ട് നെയിം സെർവർ, ടോപ്പ് നെയിം സെർവർ ആൻഡ് അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സ്. ഓക്കെ, താങ്ക് യു.